എവരി വൺ. സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ, അതായത് JEE ആവട്ടെ നീറ്റ് ആവട്ടെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ കുട്ടികൾ ഭയങ്കര ടഫായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ഈ ഒരു ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതാൻ ഭയങ്കര പാടാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഡൗട്ട് ആവുന്നു എന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട്. സോ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ ആൽഡോൾ കണ്ടൻസേഷനെ കുറിച്ച് നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെ ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് എഴുതാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ആൽഡോൾ കണ്ടൻസേഷനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഡ്യൂറിങ് ആൽഡോൾ കണ്ടൻസേഷൻ? സോ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത് ഒരു ഡൈല്യൂട്ട് ആൽക്കലൈൻ മീഡിയത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫെമിലർ ആയിട്ടുള്ള എത്തനാൾ എന്ന് പറയുന്ന മോളിക്യൂൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, അസറ്റാൽഡിഹൈഡ്. സോ ഈ ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ അറിയണം. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ്. അതായത് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ്. ഇതൊരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. എന്താണ് ആൽഫ ഹൈഡ്രജൻ? ഇതാണ് നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് പൊസിഷനാണ് ആൽഫ പൊസിഷൻ. ആൽഫ പൊസിഷനിലുള്ള ഹൈഡ്രജൻ കുറച്ച് അസിഡിക് ക്യാരക്ടറുള്ള ആളായിരിക്കും. അതായത് ഈ വരച്ചിരിക്കുന്ന ഹൈഡ്രജന് ഇത് CS3 യൂണിറ്റ് തന്നെയാണ്. ഞാൻ ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചെന്ന് മാത്രം. ഈ ഒരു ഹൈഡ്രജൻ കുറച്ച് അസിഡിക് ക്യാരക്ടറുള്ള ആളായിരിക്കും. അസിഡിക് ക്യാരക്ടർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കാർബണൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആയതുകൊണ്ടാണ്. ഇത് ആൽഡിഹൈഡിലും കീറ്റോണിലും ഒക്കെ ബാധകമാണ് കേട്ടോ. അപ്പൊ എന്താ വരുന്നത് അറിയോ? ഡൈല്യൂട്ട് ആൽക്കലൈൻ മീഡിയത്തിലുള്ള OH- അയോൺ നമ്മുടെ ഈ ഹൈഡ്രജൻ അടിച്ചുകൊണ്ട് അങ്ങ് പോകും. ഹൈഡ്രജൻ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക? പിന്നീട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക CH2 - C ഡബിൾ ബോണ്ട് OH. ഇതാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ഗ്രൂപ്പ് ഒരു ന്യൂക്ലിയോ ഫൈൽ പോലെ ആക്ട് ചെയ്യും. ദിസ് ഗ്രൂപ്പ് ക്യാൻ ബി ആക്ടിങ് ലൈക്ക് എ ന്യൂക്ലിയോ ഫൈൽ. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയോ ഫൈലായിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം കാർബണൈൽ കോമ്പൗണ്ട്, അതായത് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ഒരു സിഗ്നേച്ചർ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയോ ഫൈൽ എന്താ ചെയ്യാന്നറിയോ? അടുത്തൊരു അസറ്റാൽഡിഹൈഡ് മോളിക്യൂൾ വേറൊരു എത്തനാൽ മോളിക്യൂളിൽ അറ്റാക്ക് ചെയ്യും. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോ ഫൈല് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള കാർബണിനകത്തേക്ക് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ CH3CH ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, പാർഷ്യൽ അല്ല കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ CH2 യൂണിറ്റ് എവിടെ അറ്റാച്ച് ആവും? ഈ കാർബണിൽ അറ്റാച്ച് ആവും. CH2 C ഡബിൾ ബോണ്ട് OH. ഞാൻ ഇവിടെ കളർ വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അക്വസ് മീഡിയത്തിൽ നിന്ന് ഈ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ, ഒരു ഹൈഡ്രജൻ അക്വയർ ചെയ്യും. സോ ഞാൻ ആ ഹൈഡ്രജനെയും കൂടെ ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു മോളിക്യൂളിന്റെ നമ്മൾ പറയുന്ന പേരാണ് ആൽഡോൾ. എന്തുകൊണ്ടാണ് ഇവിടെ ആൽഡോൾ എന്ന് വിളിക്കുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പും ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്. ആൽഡോൾ എന്നാണ് വിളിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇതാണ്. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ഇതാണ് ആൽഫ പൊസിഷൻ, ഇതാണ് ബീറ്റ പൊസിഷൻ. ബീറ്റ പൊസിഷനിലാണ് നമുക്ക് ഒരു OH ഗ്രൂപ്പ് ഉള്ളത്. ഇനി നമ്മൾ കീറ്റോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഇതിനെ കീറ്റോൾ എന്ന് വിളിക്കും, ആൽഡോൾ കീറ്റോൾ. പക്ഷെ ജനറലി ഈ ഒരു റിയാക്ഷൻ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് മാത്രമാണ്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യും. സോ എങ്ങനെയാണ് വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്നത് കൂടെ പറയാം. നമ്മുടെ ബീറ്റ പൊസിഷനിലുള്ള, ഇത് നമ്മുടെ ബീറ്റ പൊസിഷനാണ്. ബീറ്റ പൊസിഷനിലുള്ള ഈ OH ഗ്രൂപ്പും അതുപോലെ തന്നെ ആൽഫ പൊസിഷനിലുള്ള ഒരു ഹൈഡ്രജനും ഇവിടുന്ന് എലിമിനേറ്റ് ആവും. അതായത് ഒരു വാട്ടർ മോളിക്യൂൾ മൊത്തത്തോടെ പോയി. വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. സോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മുടെ CH3CH, അതിനുശേഷം ഇത് നമ്മുടെ ബാക്കിയുള്ള CH ഗ്രൂപ്പാണ്. ഇവിടെ CH C ഡബിൾ ബോണ്ട് OH. ഇപ്പം ഇവിടെ നമുക്ക് എന്താവും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽഫ പൊസിഷൻ, ബീറ്റ പൊസിഷൻ. ആൽഫ ബീറ്റ പൊസിഷൻസിന്റെ ഇടയിൽ നമുക്കൊരു ഡബിൾ ബോണ്ട് വരും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ എന്താ വിളിക്കുന്ന അറിയോ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇതൊരു ആൽഡിഹൈഡ് ആണ്, പക്ഷേ ആൽഫ ബീറ്റ പൊസിഷന്റെ ഇടയിൽ നമുക്ക് എന്തുണ്ട്? ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത്. OH- ഹൈഡ്രജൻ അടിച്ചുകൊണ്ട് പോകുന്നു, ന്യൂക്ലിയോ ഫൈൽ ജനറേറ്റ് ആവുന്നു, അത് വേറൊരു എന്താ പറയുക കാർബണൈൽ ഗ്രൂപ്പിന്റെ മുകളിൽ അറ്റാക്ക് ആവുന്നു, ആൽഡോളോ കീറ്റോളോ ഫോം ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പം റെഡിലി ഒരു വാട്ടർ മോളിക്യൂൾ അങ്ങ് പോകുന്നു, ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യുന്നു.
ഇതാണ് ആൽഡോൾ കണ്ടൻസേഷന്റെ എൻറ്റയർ മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു മെക്കാനിസം നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? മെക്കാനിസം അറിഞ്ഞിരിക്കുന്നത് എസ്പെഷ്യലി നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആസ്പെക്റ്റിൽ നല്ലതാണ്. കാരണം കുറെ കാര്യങ്ങൾ അവിടെ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഇത്രയും വലിയൊരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത്രയും വലിയൊരു മെക്കാനിസം നമുക്ക് എപ്പോഴും ഓരോ റിയാക്ടന്റെ കേസിലും എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അസറ്റാൽഡിഹൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര പെട്ടെന്ന് എഴുതാൻ പറ്റി. വലിയ മോളിക്യൂൾ ആയിരുന്നെങ്കിൽ പണി വളയാൻ അല്ലേ. അപ്പോൾ ഡു വി ഹാവ് എ ഷോർട്ട് കട്ട്? യെസ്, നമുക്ക് ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ അസറ്റാൽഡിഹൈഡ് മോളിക്യൂൾ തന്നെ എടുത്തേക്കുന്നത്. അസറ്റാൽഡിഹൈഡ് മോളിക്യൂൾ 2 യൂണിറ്റ് 1, 2 നീ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 യൂണിറ്റ് എഴുതിയിരിക്കുന്നത് എങ്ങനെ നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ യൂണിറ്റിന്റെ ആൽഡിഹൈഡ് ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബണും കറസ്പോണ്ടിംഗ്ലി 2 ആൽഫ ഹൈഡ്രജനും ഞാൻ ലെഫ്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആൽഫ കാർബൺ ആണ്. ആൽഫ കാർബണിന്റെ 2 ഹൈഡ്രജൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത്ര വരച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. ഇത് ഈ ഒരു വാട്ടർ മോളിക്യൂളിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 2 കാർബണിനെ ഒരു ഡബിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് റെഡി. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എഴുതി നോക്കാം. CH3CH. ഓക്കെ, ഇത് നമ്മുടെ വലതുവശത്തുള്ള യൂണിറ്റ് ആണ്. CH2CHO. 2 നമ്മളൊരു ഡബിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് റെഡി. നോക്കിയേ, ആൽഡോളിന്റെ പ്രൊഡക്റ്റ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സാർ ഇത് എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണോ? ഇതെല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹീറ്റ് ചെയ്ത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയ ശേഷമുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഹീറ്റ് ചെയ്ത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയ ശേഷമുള്ള പ്രൊഡക്റ്റ് നമ്മൾ എഴുതുന്നത്. ഇനി ആൽഡോൾ തന്നെ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ഡബിൾ ബോണ്ട് നമ്മൾ കളയുന്നു. എന്നിട്ട് ഈ ഓക്സിജൻ, അതായത് ആൽഡിഹൈഡോ കീറ്റോണോ ഗ്രൂപ്പോ ഉള്ളതിന്റെ അടുത്തേക്ക് നമ്മളൊരു എച്ചും അതിന്റെ അപ്പുറത്തെ പൊസിഷനിൽ ഒരു OH നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൽഡോളോ കീറ്റോളോ എന്താന്ന് വെച്ചാൽ കിട്ടും. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ മെത്തേഡിൽ നമുക്ക് ആൽഡോൾ കണ്ടൻസേഷന്റെ 1-2 കേസുകൾ എഴുതി നോക്കിയാലോ, പ്രൊഡക്റ്റ് എഴുതി നോക്കിയാലോ. സോ ഞാൻ ജസ്റ്റ് 1-2 എക്സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമ്മളിവിടെ എടുക്കുക അസറ്റോൺ ആണ്. സോ നമ്മൾ അസറ്റോണിന്റെ കേസാണ് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത്. രണ്ടാമത്തത് പ്രൊപ്പനാൽ ആണ്. രണ്ടിന്റെയും ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് നമുക്ക് എഴുതി നോക്കാം. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അസറ്റോണിന്റെ കേസിൽ നോക്കിയേ, ഇത് നമ്മുടെ കീറ്റോൺ ഗ്രൂപ്പിന്റെ ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്. ആൽഫ പൊസിഷൻ ഇതാണ്. ആൽഫ പൊസിഷനിലെ 2 ഹൈഡ്രജൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് എന്താ, ഒരു വാട്ടർ മോളിക്യൂൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. H2O എലിമിനേറ്റ് ചെയ്യുന്നു. 2 യൂണിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാ? ഡബിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്യുന്നു. നോക്കി, അപ്പൊ എങ്ങനെയാ വരുന്നത്? CH3 ഡബിൾ ബോണ്ട്, അതിനുശേഷം C ഡബിൾ ബോണ്ടോ CH3. നമ്മുടെ പ്രൊഡക്റ്റ് റെഡി. സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽഡോളിന്റെ പ്രൊഡക്റ്റ് എഴുതാം. അതുപോലെ നമുക്ക് പ്രൊപ്പനാളിന്റെ കേസ് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നു. നോക്കി, ഓക്സിജൻ ആദ്യത്തെ യൂണിറ്റിന്റെ ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്. ആൽഫ പൊസിഷൻ ഇതാണ്. ആൽഫ പൊസിഷനിലെ 2 ഹൈഡ്രജൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വാട്ടർ മോളിക്യൂൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. നോക്കിയേ, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 2 യൂണിറ്റിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യം. CH3 CH2 CH. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിന്റെ കാർബൺ ആണ് ഇവിടെ ഉള്ളത്. CH3 C ഡബിൾ ബോണ്ടോ H. നോക്കിയേ, നമ്മുടെ പ്രൊഡക്റ്റ് റെഡി. സോ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് നമുക്ക് ആൽഡോൾ കണ്ടൻസേഷന്റെ പ്രൊഡക്റ്റ് എഴുതാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച ശേഷം ആൽഡോളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചേ. ആൽഡോളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആൽഡോളും കീറ്റോളും ആൽഡോൾ കണ്ടൻസേഷന് വിധേയമാവണമെങ്കിൽ, അതായത് ആൽഡിഹൈഡോ കീറ്റോണോ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന് വിധേയമാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം 1 ആൽഫ ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിലേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ, അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മുടെ OH- ഹൈഡ്രജൻ അടിച്ചുകൊണ്ട് പോകുന്ന കേസാണ്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കൂല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സോ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉണ്ടാവണം. രണ്ടാമത്തത്, ഈ റിയാക്ഷൻ നടക്കുക ഡൈല്യൂട്ട് ആൽക്കലി മീഡിയത്തിലാണെന്നുള്ള കാര്യം. 3, ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താ? ബീറ്റ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ആൽഡിഹൈഡോ കീറ്റോണോ ആദ്യം ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ആൽഡോൾ അല്ലെങ്കിൽ കീറ്റോൾ എന്ന് വിളിക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവുന്നു. അതും വളരെ ഈസി ആയിട്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്, റെഡിലി ഒരു വാട്ടർ മോളിക്യൂൾ ലൂസ് ആവുന്നു. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡോ കീറ്റോണോ ഫോം ചെയ്യുന്നു. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും.
വിത്ത് ഷോർട്ട് കട്ട്. സോ നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷന്റെ എല്ലാ ബേസിക് ഐഡിയാസ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രോസ് ആൽഡോളിനെ കുറിച്ചാണ്. നമുക്ക് പഠിക്കാനുള്ളത് 2 ഡിഫറെന്റ് റിയാക്ടന്റ് എടുക്കുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലുള്ള കേസുകൾ നമുക്കിപ്പോൾ നിലവിൽ പഠിക്കാനില്ല. സോ അതിൽ തന്നെ 2 കേസുണ്ട്. കേസ് 1 എന്ന് പറയുന്നത് ബോത്ത് റിയാക്ടൻസ് ആർ ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. അതായത് നമ്മൾ എടുക്കുന്ന 2 റിയാക്ടന്റിനും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അസറ്റാൽഡിഹൈഡിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അസറ്റോണിനകത്തുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ഈ 2 നമ്മൾ ഒരുമിച്ചെടുത്തിട്ട് രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഡൈല്യൂട്ട് ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതായത് രണ്ടിനെയും ഒരുമിച്ച് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന് വേണ്ടി വിധേയമാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുക? അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുക, ആദ്യത്തെ റിയാക്ടന്റിനെ എ എന്നും രണ്ടാമത്തേനെ ഞാൻ ബി എന്നും എടുക്കുകയാണ്. അപ്പൊ ഇവിടെ 4 ഡിഫറെന്റ് പ്രൊഡക്റ്റുകളാണ് ഫോം ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ അറ്റാക്കിംഗ് ഓൺ എ ഇറ്റ് സെൽഫ്, ബി അറ്റാക്കിംഗ് ഓൺ ബി ഇറ്റ് സെൽഫ്, എ അറ്റാക്കിംഗ് ഓൺ ബി, ബി അറ്റാക്കിംഗ് ഓൺ എ. സോ നമ്മളിവിടെ അറിഞ്ഞേണ്ട കോഡ് എന്ന് പറയുന്നത് എ ബി ബി എ ബി ബി എ, ഈ 4 പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഫോർമേഷൻ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഷോർട്ട് കട്ട് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. സോ ഇത് എ കോമ്പിനേഷൻ ആണ്. നമ്മൾ അസറ്റാൽഡിഹൈഡ്, ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്നു. രണ്ടാമത്തെ മോളിക്യൂളിന്റെ 2 ആൽഫ ഹൈഡ്രജൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്നു. വാട്ടർ മോളിക്യൂളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? CH3 CH ഡബിൾ ബോണ്ട് CH CHO. പ്രൊഡക്റ്റ് റെഡി കഴിഞ്ഞു. രണ്ടാമത്തെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ബി മോളിക്യൂൾ ആണ് അസറ്റോൺ, ഇതും ബി മോളിക്യൂൾ ആണ് അസറ്റോൺ, ബി കോമ്പിനേഷൻ അല്ലേ? ആദ്യത്തെ മോളിക്യൂളിന്റെ ഓക്സിജൻ, രണ്ടാമത്തെ മോളിക്യൂളിന്റെ 2 ആൽഫ ഹൈഡ്രജൻ ഒരുമിച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾ കളഞ്ഞു. ബാക്കിയുള്ള പ്രൊഡക്റ്റ് എങ്ങനെയാ ഫോം ചെയ്യുക? CH3 CH3 ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ടോ CH3. നമ്മുടെ പ്രൊഡക്റ്റ് റെഡിയായി അല്ലേ? ഈ 2 എണ്ണത്തെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെൽഫ് ആൽഡോൾ പ്രൊഡക്ട്സ്. കാരണം എ അറ്റാക്ക് ചെയ്യുന്നത് എന്റെ മുകളിൽ തന്നെയാണ്, ബി അറ്റാക്ക് ചെയ്യുന്നത് ബിന്റെ മുകളിൽ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ 2 പ്രൊഡക്റ്റുകളെ നമ്മൾ വിളിക്കുക സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റ് എന്നായിരിക്കും. ഇനി ബാക്കിയുള്ള 2 കേസോടെ നമുക്ക് നോക്കാം. എ അറ്റാക്കിംഗ് ഓൺ ബി, അല്ലെങ്കിൽ എയും ബിയും. നമ്മുടെ ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി ബി എ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എ മോളിക്യൂളിന്റെ ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് വരച്ചിട്ടുണ്ട്, ബി മോളിക്യൂളിന്റെ 2 ആൽഫ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാ? CH3 CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ടോ CH3. രണ്ടാമത്തെ അതുപോലെ തന്നെയാണ്. ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് ബി ആണെന്ന് മാത്രം, രണ്ടാമത് വരച്ചിരിക്കുന്നത് എ ആണ്. ഓക്സിജൻ വലതുവശത്തേക്ക്, രണ്ടാമത്തെ യൂണിറ്റിന്റെ അതായത് എ മോളിക്യൂളിന്റെ 2 ആൽഫ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലേക്ക്. എന്ത് ചെയ്യുക? വാട്ടർ മോളിക്യൂൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കണക്ടിങ് ത്രൂ എ ഡബിൾ ബോണ്ട്. അപ്പൊ എങ്ങനെ വരിക? CH3 CH3 ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ടോ H. പിന്നെ സാധാരണ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, സാർ ഈ എ ബി ബി എ രണ്ടും സെയിം പ്രൊഡക്റ്റ് ആണോ? അല്ല, ദീസ് 2 ആർ 2 ഡിഫറെന്റ് പ്രൊഡക്റ്റ്. ഈ രണ്ടും 2 ഡിഫറെന്റ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന, ഈ 2 എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് ക്രോസ് ആൽഡോൾ പ്രൊഡക്ട്സ്. കാരണം ഇവിടെ എ അറ്റാക്കിംഗ് ഓൺ ബി, ബി അറ്റാക്കിംഗ് ഓൺ എ കേസുകളാണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റുകൾ. സോ ഇതാണ് നമ്മുടെ കേസ് 1. സോ ഇനി നമുക്ക് കേസ് 2ലേക്ക് വരാം. കേസ് 2 നമുക്ക് 2 ഡിഫറെന്റ് റിയാക്ടന്റ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരാൾക്ക് മാത്രമേ ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എ മോളിക്യൂൾ എന്ന് പറയുന്നത് ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡിന്റെ ആൽഫ കാർബൺ എന്ന് പറയുന്നത് ഇയാളാണ്, അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. പക്ഷെ ബി മോളിക്യൂളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, എ മോളിക്യൂൾ അതായത് ബെൻസാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന് ഒരു ന്യൂക്ലിയോ ഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം OH- ആദ്യം വന്നിട്ട് ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകുന്നു, ന്യൂക്ലിയോ ഫൈൽ ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ ന്യൂക്ലിയോ ഫൈൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എ മോളിക്യൂളിന് പറ്റില്ല. പക്ഷേ എ മോളിക്യൂൾ വേണമെങ്കിൽ ന്യൂക്ലിയോ ഫൈലിന്റെ അറ്റാക്കിംഗ് പൊസിഷനായിട്ട് വർക്ക് ചെയ്യാം. അതായത് ബി മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കാർബാനിയോൺ ന്യൂക്ലിയോ ഫൈൽ ഫോം ചെയ്തു. ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ എ മോളിക്യൂളിൽ അറ്റാക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ 2 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ഉള്ളയാൾ വേറെ ആൽഫ ഹൈഡ്രജൻ ഉള്ളയാളുടെ മുകളിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ആദ്യത്തെ മോളിക്യൂളിൽ ഇത് ബി കോമ്പിനേഷൻ ആണ്. ബി ഓക്സിജൻ വലതുവശത്തേക്ക് വരച്ചിട്ടുണ്ട്, 2 ആൽഫ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്.
CH, CH3, CH. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രോസ് ആണ്. അതായത് ബി മോളിക്യൂൾ മാത്രം ന്യൂക്ലിയോഫൈലായിട്ട് ജനറേറ്റ് ആവുന്നു, അത് നമ്മുടെ എ മോളിക്യൂളിന്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എ മോളിക്യൂളിന്റെ ഓക്സിജൻ ഞാൻ വലതുവശത്തേക്ക് വരച്ചിട്ടുണ്ട്, ആൽഫ ഹൈഡ്രജനുള്ള ബി ഞാൻ രണ്ടാമതാണ് വരച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്കൊരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യാം ഇതുപോലെ. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും നോക്കിയേ, CH ഡബിൾ ബോണ്ട്, CH C ഡബിൾ ബോണ്ടോ, ബെൻസീൻ. ഇവിടെ ഒരു ചോദ്യം, ഇതിനകത്ത് ഏതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്കറിയാം ഈ ആദ്യം വരച്ച ആൾ ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ആണ് അല്ലേ, ഇത് ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ആണ്. ഇയാളായിരിക്കും ജനറലി മേജർ ആയിട്ടുണ്ടാവുക. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മേജർ പ്രൊഡക്റ്റ്. ജനറലി മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ആയിരിക്കും. സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റ് മൈനർ ആയിരിക്കും, എന്നാലും ഫോം ചെയ്യും. ജനറലി നമ്മുടെ MCQ ക്വസ്റ്റൻസിനകത്തൊക്കെ ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുക. രണ്ട് ഡിഫറെൻറ്റ് റിയാക്ടൻ, ഒരാൾക്ക് മാത്രമേ ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ എങ്കിൽ സാധാരണ ചോദ്യം ചോദിക്കുക ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ഏതെന്നാണ്. പക്ഷെ അവിടെ സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റും ഫോം ചെയ്യും, ബട്ട് ഇൻ എ മൈനർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. സോ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ആൽഡോൾ കണ്ടൻസേഷൻ്റെ ഫുൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോവാം. സോ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ജെയിൽ ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണിത്. ഈ ക്വസ്റ്റൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആദ്യത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരാളാണ്. ഇത് ആൽഫ പൊസിഷനാണ്, ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ക്വസ്റ്റനിൽ ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കണം എന്നില്ല. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കി, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻസ് ആണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ രണ്ടാമത്തെ ആൾ ബെൻസാൽഡിഹൈഡ് ആണ്, അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇതിവിടെ കേസ് 2 ആണ് അല്ലേ. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യാം. രണ്ട് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഇത് സെൽഫ് പ്രൊഡക്റ്റ് ആണ്. ആദ്യം നമ്മളൊരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക? സോ ദിസ് ഇസ് ഹൗ ദ പ്രൊഡക്റ്റ് വിൽ ബി ഫോംഡ്. ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റ് ആണ്. സെൽഫ്. ക്രോസ് ആൽഡോൾ വരുമ്പം നോക്കിയേ, ആദ്യത്തെ മോളിക്യൂളിന്റെ ഓക്സിജൻ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ മോളിക്യൂളിന്റെ രണ്ട് ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യാം. സോ ആ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഹൗ വിൽ ദാറ്റ് പ്രൊഡക്റ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക്? അപ്പോൾ ആ പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇത് നമ്മുടെ ബെൻസീൻ റിങ്, CH ഡബിൾ ബോണ്ട്, ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് ആണ് ഇത്. ഇയാൾ ഇതിനകത്ത് നമ്മുടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ ആരായിരിക്കും കറക്റ്റ് എന്ന് പറയാമോ? ഇതൊരു സൈക്ലിക് എസ്റ്റർ ആണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് എസ്റ്റർ ആണ്, നോട്ട് അവർ ആൻസർ. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇയാൾ തന്നെയാണ്, ഇത് ഇയാൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹിയർ. ഇനി ഇവിടെ 6 മെമ്പർ റിംഗ് ആണുള്ളത്. 6 മെമ്പർ റിംഗ് ഇവിടെ നമുക്ക് പോസിബിൾ അല്ല. അത് മാത്രമല്ല, ഹീറ്റിംഗ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹീറ്റിംഗ് അതായത് ഫൈനലി ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കണം. നോക്കി, ഇത് നമ്മുടെ കീറ്റോൺ ആൽഫ പൊസിഷൻ, ബീറ്റ പൊസിഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്. സോ ബി ഈസ് എ പെർഫെക്റ്റ് ഫിറ്റ്. ഓക്കെ, സി നമ്മുടെ ആൻസർ അല്ല, അതുപോലെ ഡി നമ്മുടെ ആൻസർ അല്ല. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹിയർ. അതുപോലെ വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇവിടെ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗീവ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ? ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് ആരാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ തരിക എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ റിയാക്ഷന്റെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം 1 ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇത് ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്, ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇയാളായിരിക്കും ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ തരിക. ബാക്കിയുള്ള കേസുകൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഫീനോൾ ആണ്. നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആർക്കാ ബാധകമായിട്ടുള്ളത്? കാർബണൈൽ കോമ്പൗണ്ടിനാണ്. സോ എ ഈസ് ഔട്ട്. ബി നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇത് രണ്ടുമാണ് ആൽഫ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതായത് ഈ രണ്ട് പൊസിഷനിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ബി നമുക്ക് റിയാക്ഷൻ തരില്ല. സി നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ഇയാളും ആൽഡോൾ കണ്ടൻസേഷൻ തരില്ല. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹിയർ.
അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ആൽക്കഹോളിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ബൈ.